അപ്പോൾ എന്താണ് ഈ കോഡിംഗ് ഡീകോഡിംഗ്? ഒരു വേർഡിനെ ഇങ്ങനെ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ലോജിക് ഉപയോഗിച്ച്, സെയിം ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ വേറൊരു വേർഡിനെ എങ്ങനെ കോഡ് ചെയ്യും? അതാണ് ഇവിടെ നോക്കുന്നത്. അത് വേർഡിൽ നിന്ന് വേറൊരു വേർഡിലേക്ക് വരാം, വേർഡും നമ്പേഴ്സും മിക്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒരു വേർഡിനെ ഏതാനും നമ്പേഴ്സായിട്ട് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ വേറൊരു വേർഡിനെ എങ്ങനെ കോഡ് ചെയ്യുമെന്ന് ചോദിക്കാം. സിമ്പിൾസ് ഉപയോഗിക്കുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഏതാനും സെറ്റ് ഓഫ് വേർഡ്സിന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ ഒരു വേർഡിൻ്റെ കോഡ് എഴുതി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നമ്മൾ CUET നോക്കിയാലും ക്യുസാറ്റ് നോക്കിയാലും ഒക്കെ തന്നെ ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കാണാം. ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. കോഡിംഗ് ഡീകോഡിംഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണഗതിയിൽ കാണാൻ വളരെ ദുർലഭമാണ്.